ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ തന്നെ ഒരു വിഷയമാണ്. കേരളത്തിൻ്റെ ആഗോള നിക്ഷേപക സംഗമമാണ്. കേരളം 4 ആഗോള നിക്ഷേപക സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട്. 4 ആഗോള നിക്ഷേപക സംഗമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ സംഗമത്തിന് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെ ഒരു പിന്തുണ ഈ സംഗമത്തിലുണ്ട്. നമുക്ക് സാധാരണഗതിയിൽ കേരളത്തിൽ പരിചയമുള്ളത് ഭരണ പ്രതിപക്ഷ അല്ലെങ്കിൽ കേന്ദ്രഭരണ വിഭാഗങ്ങൾക്കിടയിലുള്ള തർക്ക വിതർക്കങ്ങളിൽപ്പെട്ട് കേരളത്തിന്റെ വികസനം മുടങ്ങിപ്പോകുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് പരിചയമുള്ള കേരളത്തിന്റെ വികസന ചർച്ചകളും പരിപാടികളുമെല്ലാം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം തുടക്കം കൊണ്ട് ശ്രദ്ധേയമാണ് ഇന്ന് നടന്നിട്ടുള്ള കേരള ആഗോള നിക്ഷേപക സംഗമം എന്ന് പറയുന്നത്. ഭരിക്കുന്നത് LDF ആണ് ഈ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. എങ്കിലും UDF നിന്ന് ഇന്നലെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്ന് പ്രതിപക്ഷ ഉപനേതാവും പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ കേന്ദ്രമന്ത്രിമാർ പലരും പങ്കെടുത്തു. ജോർജ് കുര്യനും പീയൂഷ് ഗോയലും ഒക്കെ തുടങ്ങി കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്തു. LDFും UDFും BJPയും പങ്കെടുത്താണ് ഈ കേരള ആഗോള നിക്ഷേപ സംഗമം നടന്നത് എന്നത് മലയാളിയെ സംബന്ധിച്ച് സന്തോഷാർഹമായ അല്ലെങ്കിൽ സന്തോഷിക്കാൻ മതിയായ കാരണമാണ്. മലയാളിയുടെ വികസന യാത്ര ഇതിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ വളരെ നല്ലതായി. ഈ പരിപാടിയുടെ സമാപനത്തിൽ ബഹുമാന്യനായ വ്യവസായ മന്ത്രി P. രാജീവ് അവർ പറഞ്ഞത് ഏതാണ്ട് 153 ലക്ഷം കോടി രൂപയുടെ വികസന സാധ്യതകൾ തെളിഞ്ഞിട്ടുണ്ട് എന്ന നിലയിലാണ്. അത് നിലവിലുള്ള പദ്ധതികളുടെ എക്സ്പാൻഷൻ എന്ന നിലയിലും പുതിയ പദ്ധതികൾ എന്ന നിലയിലും കേരളത്തിനകത്ത് തന്നെയുള്ള ആളുകളുടെ സംരംഭങ്ങളുടെ വികസനം എന്ന നിലയിലും കേരളത്തിനകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള പുതിയ സംരംഭകർ എന്ന നിലയിലും ഇന്ത്യക്കകത്തുള്ള പുതിയ സംരംഭകർ എന്ന നിലയിലും വെളിയിലുള്ള സംരംഭകർ എന്ന നിലയിലുമാണ് ടോട്ടലി ഇപ്പോൾ 153 ലക്ഷം കോടി രൂപ വരുന്ന സംരംഭങ്ങളുമായി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ധാരണാപത്രം ഒപ്പിട്ടു എന്ന നിലയിലൊന്നുമല്ല. അത് വരും ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ ഇത് സംബന്ധമായി പ്രോജക്റ്റുകളെ സോർട്ട് ചെയ്ത് അവയെ സമയബന്ധിതമായി തിരിച്ച് ഗവൺമെന്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അത് നടപ്പാക്കുമ്പോഴാണ് ഇത് ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്. എങ്കിലും നമുക്ക് ഒരു നല്ല കാൽവെപ്പായിട്ടാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്ന നിലയിൽ ആണ് അല്ല എന്ന തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ അടയാളപ്പെടുത്താതിരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അക്കാലത്തെ പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിൽ സ്വീകരിച്ചിരുന്ന നയങ്ങളാണ് അല്ലെങ്കിൽ നയമില്ലായ്മയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. മുൻകാലഘട്ടങ്ങളിലൊക്കെ ധാരാളമായ വികസന പ്രവർത്തനങ്ങൾക്ക് എതിരിൽ സമരം ചെയ്തിട്ടുള്ളത് ആരാണ് എന്ന് കേരളീയർക്ക് അറിയാം. ഇത് പറയേണ്ട കാര്യമില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൻമോഹൻ സിംഗിനെ കാണാൻ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു ചേർന്ന് കേരളത്തിൽ 30 മീറ്റർ വീതിയുള്ള നാഷണൽ ഹൈവേ വരാൻ മതി, 30 മീറ്റർ വീതിയുള്ള നാഷണൽ ഹൈവേ മതി, 45 മീറ്റർ വീതിയുള്ള നാഷണൽ ഹൈവേ വേണ്ട എന്ന് പറയാൻ ഒരു കാലത്ത് ഇവിടുത്തെ സമര സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് UDFും LDFും കൂടി ഒന്നിച്ചു ചേർന്ന് മൻമോഹൻ സിംഗിനെ കണ്ടു എന്ന് അദ്ദേഹം മൗനിയായ ചിരിക്കാത്ത മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് ഞാൻ വായിക്കാനിടയായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വികസന വിരോധം എന്ന് പറയുന്നത് ആരുടേതായിരുന്നു എന്ന് മലയാളിക്ക് അറിയാം. അതിൽ നിന്ന് മാറാൻ തീരുമാനിക്കുമ്പോൾ കേരളത്തിൽ മാറ്റം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഏറ്റവും അനുകൂലമായ മനുഷ്യ വിഭവശേഷി, അത് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ടാലന്റ് പൂൾ എന്ന് വിളിക്കുന്ന മനുഷ്യ വിഭവശേഷി ധാരാളമായുള്ള കേരളം, മറ്റർത്ഥത്തില്
ജലസ്രോതസ്സുകൾ ധാരാളമായുള്ള കേരളം, നല്ല ക്ലൈമറ്റുള്ള കേരളം, ഇതിനൊക്കെ ഉപരിയായി ഒരു മതേതര സംസ്കാരം നിലനിൽക്കുന്ന, മനുഷ്യർക്കിടയിൽ സ്പർദ്ധയില്ലാത്ത, മനുഷ്യരൊന്നിച്ച് ജീവിക്കുന്ന കേരളം. ഈ കേരളം വ്യവസായ സൗഹൃദമാകേണ്ടതും പണ്ടെങ്ങോ ആകേണ്ടതായിരുന്നു. പക്ഷേ ചില സൈദ്ധാന്തിക കടുംപിടുത്തങ്ങൾ കൊണ്ട് അങ്ങനെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാകുന്നതിന് കാലതാമസം നേരിട്ടു. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യം. ഇപ്പോഴെങ്കിലും അങ്ങനെ ആവുന്നു എങ്കിൽ അത് മലയാളിക്ക് വളരെ സന്തോഷമുള്ളതാണ്. നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസ സാധ്യതകൾ തേടി പുറത്തേക്ക് പോകുന്നു. വെറും വിദ്യാഭ്യാസ സാധ്യത തേടിയല്ല അവർ പുറത്തേക്ക് പോകുന്നത്, തൊഴിലവസരങ്ങൾ കൂടി പ്രതീക്ഷിച്ചിട്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത്. അപ്പം തൊഴിലവസരവും വിദ്യാഭ്യാസ സാധ്യതയും ഒന്നിച്ചു കിട്ടുമെന്ന് കരുതി അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. നാളേറെ കഴിഞ്ഞപ്പോഴെങ്കിലും നമ്മുടെ ഭരണകർത്താക്കൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായി. അവർ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് വന്ന ഈ നടപടിയെ എല്ലാ മലയാളിക്കും സന്തോഷിക്കാവുന്നതാണ്, പ്രശംസിക്കാവുന്നതാണ്. ഇതിനനുസൃതമായി നയങ്ങളും പരിപാടികളും ചിട്ടപ്പെടുത്തുവാൻ ഭരിക്കുന്ന പാർട്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് മാധ്യമങ്ങളിൽ കിട്ടുന്ന വാർത്ത പരിശോധിച്ചാൽ ഇപ്പോഴും CITU പോലെയുള്ള സംഘടനകൾ അവരുടെ തൊഴിലവകാശ തർക്കങ്ങൾ കാരണം പല സ്ഥാപനങ്ങളും പൂട്ടാനിടവരുന്നു എന്നതാണ് മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ന്യായമായ സമീപനം ട്രേഡ് യൂണിയനുകൾ സ്വീകരിക്കുകയും അതോടൊപ്പം ഗവൺമെന്റ് ഈ സിംഗിൾ വിൻഡോ പോലെയുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുകയും വളരെ ഉദാരമായ സമീപനവും സ്വീകരിച്ചാൽ കേരളത്തിൻ്റെ അവസ്ഥയിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും. കേരളം പിന്നോക്കം നിൽക്കുന്നു എന്ന ആക്ഷേപം ഒഴിവാക്കാൻ കഴിയും. എല്ലാ അർത്ഥത്തിലും കേരളം മുന്നോക്കം എന്ന അവസ്ഥയിലേക്ക്, കേരളം പിന്നോക്കം നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വ്യാവസായികമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ, തൊഴിലവസരങ്ങളിൽ ഒക്കെ പിന്നോക്കം നിൽക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ മുന്നോക്കാവസ്ഥയ്ക്ക് കാരണം മലയാളി പണ്ടെങ്ങോ വിദേശത്ത് പോകാൻ തയ്യാറായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന പച്ചപ്പൊക്കെ ഇവിടുത്തെ വിദേശ മലയാളികളുടെ ഔദാര്യമാണ് എന്നതിൽ ആർക്കും സംശയം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ കേരളത്തിലൊരു മാറ്റം, വ്യാവസായിക പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്നുവെങ്കിൽ അത് അങ്ങേയറ്റം സന്തോഷമുള്ള ദിവസമാണ്. എല്ലാ മലയാളികൾക്കും ആ പ്രതീക്ഷയോടുകൂടി ഇന്ന് ഉറങ്ങാൻ കഴിയും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സത്യത്തിൽ ഇന്നത്തെ ഈ ആഗോള നിക്ഷേപക സംഗമത്തിൻ്റെ വാർത്തകളൊക്കെ കണ്ടിട്ടാണ്. അതുകൊണ്ട് ഈ രാത്രി എനിക്കും എല്ലാ മലയാളികൾക്കും സന്തോഷമുള്ള ദിവസമായിരിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം.